ഡിയർ സ്റ്റുഡൻസ്, ബികോം ഫോർത്ത് സെമസ്റ്ററിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ വരുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ചില ഉദാഹരണങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? ഉദാഹരണമായിട്ട് ഒരു നാണയം 4 തവണ ടോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കൃത്യം 2 ഹെഡ് കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ 2 റിസൾട്ടുകൾ, ഒരു നാണയം ഇട്ടാൽ 2 ഔട്ട്കം കിട്ടും, ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയില്, അങ്ങനെ 2 റിസൾട്ട് തന്നെ അവിടെ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം നോക്കാം. 15 കുട്ടികൾ ഒരു പരീക്ഷയ്ക്ക് ഹാജരാകുന്നു. ഇവരിൽ കുറഞ്ഞത് 5 പേരെങ്കിലും ഈ പരീക്ഷ വിജയിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇവിടെയും 2 റിസൾട്ടേ ഉള്ളൂ. എന്താണ്? കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ഒന്നുകിൽ വിജയിക്കും, അതല്ലെങ്കിൽ തോൽക്കും. 2 റിസൾട്ടേ ഉള്ളൂ. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു സഞ്ചിയിൽ 80 നല്ല ഓറഞ്ചുകളും 20 കേടുവന്ന ഓറഞ്ചുകളും ഉണ്ട്. ഇതിൽ നിന്ന് 4 ഓറഞ്ചുകൾ എടുത്താൽ കുറഞ്ഞത് ഒരു നല്ല ഓറഞ്ചെങ്കിലും ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇതും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഉദാഹരണമാണ്. കാരണം ഇവിടെ 2 ഔട്ട്കംസ് തന്നെ ഉള്ളൂ. എന്താണ്? നമ്മളൊരു 4 ഓറഞ്ച് എടുത്താൽ ചിലപ്പോൾ ആ ഓറഞ്ചുകൾ എങ്ങനെയായിരിക്കും? ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ കേടുവരും, അല്ലെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ 2 റിസൾട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ 2 റിസൾട്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ ഈ 2 റിസൾട്ട് മാത്രമല്ല നമ്മൾ സാധാരണ പറയുന്നത് ബെർണോളി ട്രയൽ അല്ലെങ്കിൽ ബെർണോളീസ് ഉദ്യമം എന്നൊക്കെ പറയും. അതായത് സാധ്യമായ ഫലങ്ങളുടെ എണ്ണം 2 ആയതും പിന്നെ ആ ഓരോ ട്രയലും ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം. അങ്ങനെയുള്ള ട്രയൽസിനെയാണ് ബെർണോളീസ് ട്രയൽസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ട്രയലിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്ഥിരമായിരിക്കണം. അതായത് ആ കിട്ടാനുള്ള അതിൻ്റെ പ്രോബബിലിറ്റി സ്ഥിരമായിരിക്കണം. അപ്പോൾ ഉദാഹരണം, ഒരു കോയിൻ ടോസ് ചെയ്താൽ, ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. വീണ്ടും രണ്ടാമത് ഒന്നും കൂടി ഇട്ടാലും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 തന്നെയാണ്. അപ്പോൾ എല്ലാ ട്രയലുകളിലും ഒരു ഫലത്തിൻ്റെ പ്രോബബിലിറ്റി സ്ഥിരമായിരിക്കണം. ഇനി ബൈനോമിയൽ എക്സ്പെരിമെൻറ്റിൻ്റെ വേണ്ട നിബന്ധനകൾ എന്താണ്? അവിടെ പറയുന്നത് ഒരേപോലെയുള്ള നിശ്ചിത എണ്ണം ട്രയൽസ് വേണം. ഓരോ ട്രയലിനും സാധ്യമായ 2 ഫലങ്ങൾ വേണം. അതിനെ ഒന്നിന് സക്സസ് എന്നും മറ്റൊന്ന് ഫെയിലിയർ എന്നും പറയും. ആ ഫലങ്ങളെ, റിസൾട്ടുകളെ, അതായത് ആ റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് ഉണ്ടാവണം. അതിനൊന്നിനെ നമ്മൾ സക്സസ് എന്നും മറ്റൊന്നിനെ ഫെയിലിയർ എന്നും പറയും. ആ 2 ഫലങ്ങളുടെയും പ്രോബബിലിറ്റി എപ്പോഴും സ്ഥിരമായിരിക്കണം. പിന്നെ അത് ആ എക്സ്പെരിമെൻ്റ് എല്ലാം നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ഓരോ ട്രയലും സ്വതന്ത്രങ്ങളായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നോക്കാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. It was originated by Simon Dennis Poisson. Poisson distribution is a limiting form of binomial distribution. In binomial distribution, the total number of trials are known previously, but in certain real-life situations, it may be impossible to count the total number of times a particular event occurs or does not occur. In such cases, Poisson distribution is more suitable. Poisson distribution is a discrete probability distribution. Poisson distribution എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ക്രീറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേരിയബിളിന് 0, 1, 2, 3 അങ്ങനെയുള്ള വാല്യൂസാണ് കൊടുക്കുന്നത്, വേറിട്ട വാല്യൂസാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. സൈമൺ ഡെന്നീസ് പോയിസൺ എന്ന
ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രായോഗിക തലത്തിൽ ധാരാളം ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. നമുക്കിനി അതിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് രൂപമാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ആകെ ട്രയൽസിൻ്റെ എണ്ണം നമുക്ക് ആദ്യമേ തന്നെ അറിയാം. എന്നാൽ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ഒരു സംഭവം ആകെ എത്ര തവണ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് കണക്കാക്കുവാൻ കഴിയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ അനുയോജ്യം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആദ്യം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. Suppose an event is rare. For example, number of accidents in a road. ഒരു സംഭവം വളരെ റെയറായിട്ട് വിരളമായി സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് ഒരു റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം. Then it may be possible to count the number of times an event occurs, but not possible to count the number of times it does not occur. അത് സംഭവിച്ചതിൻ്റെ എണ്ണം എണ്ണി നോക്കുവാൻ സാധിച്ചേക്കും, എന്നാൽ സംഭവിക്കാത്തതിൻ്റെ എണ്ണം എണ്ണി നോക്കുവാൻ സാധ്യമല്ല. ദിസ് ഈസ് ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് ദി എക്സ്പെരിമെൻ്റ് ഈസ് നോട്ട് പ്രിസൈസ്ലി നോൺ. കാരണം നമ്മളുടെ ആ ട്രയൽസിൻ്റെ എണ്ണം, പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യമങ്ങളുടെ എണ്ണം നമുക്ക് കൃത്യമായി അറിയില്ല. Poisson distribution is a distribution suitable to such situations. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അതായത് ഇങ്ങനെ വിരളമായ സംഭവങ്ങളുടെ സ്വഭാവത്തെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ സാധ്യത വളരെ കുറവാകുന്ന സാഹചര്യത്തിൽ പോയിസൺ വിതരണം അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷനെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. Poisson distribution may be obtained as a limiting case of binomial distribution under the following conditions. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതിന് ചില നിബന്ധനകളുണ്ട്. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുന്നു. ഏതൊക്കെയാണത്? ഒന്നാമത്തേത്, the number of trials is very large, that is n tends to infinity. ആ ഉദ്യമങ്ങളുടെ എണ്ണം വളരെ കൂടുതലാവുക, നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലാവുക. രണ്ടാമത് പറയുന്നത്, the probability of success for each trial is very small. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് റിസൾട്ടാണ്, സക്സസും ഫെയിലറും. അപ്പോൾ ആ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഈസ് വെരി സ്മോൾ, ദാറ്റ് ഈസ് ടെൻസ് ടു 0. സക്സസിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും വളരെ വളരെ കുറവായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? എൻ പി ഈസ് ഫൈനൈറ്റ് സേ എം. എൻ പിയുടെ വില പരിമിതമായിരിക്കണം, അത് എം ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ സക്സസിൻ്റെ പ്രോബബിലിറ്റി പി വളരെ ചെറുതാവുക, നമ്പർ ഓഫ് ട്രയൽസ് എന്ന് വളരെ വലുതാവുക. അതുപോലെ എൻ പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനാണ്, അരിത്തമെറ്റിക് മീനാണ്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എക്സ് ആണെന്നൊക്കെ പറയാം. ആ വാല്യൂ എം ആണ്, അത് വളരെ പരിമിതവും ആകുന്ന സാഹചര്യങ്ങളിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനായി മാറുന്നു. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നതിനുള്ള നിബന്ധനകൾ, നമ്പർ ഓഫ് ട്രയൽസ് ദാറ്റ് ഈസ് എൻ ഈസ് വെരി ലാർജ്, ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി ഈസ് വെരി സ്മോൾ ആൻഡ് എൻ പി ഈസ് ഫൈനൈറ്റ് ആൻഡ് സേ എം. ഈ മൂന്ന് കണ്ടീഷനുകളാണ് ഉള്ളത്. Therefore, Poisson distribution can be stated in the following manner. Let the probability of success in a single trial of a random experiment is very small, that is p tends to 0, and the experiment be repeated large number of times, that is n is very large or tends to
infinity. Then the probability for x success out of these n trials is given by p of x equal to e raised to minus m into m raised to x by x factorial. This law is called Poisson law. അപ്പോൾ Poisson distribution ഇതാണ് p of x equal to e raised to minus m into m raised to x by x factorial. m എന്ന് പറയുന്നത് എൻ പി ആണ്. n ഈസ് വെരി ലാർജ്, p ഈസ് ദി പ്രോബിലിറ്റി ഓഫ് സക്സസ്. അപ്പോൾ എൻ പി എന്ന് പറയുന്നതാണ് m. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സ് സക്സസ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. Definition of Poisson distribution. A discrete random variable x is said to follow binomial distribution if its probability density function is p of x equal to e raised to minus m into m raised to x by x factorial, where x equal to random variable, that is number of success in n trials, x 0, 1, 2 etc. e 2.7183, m equal to mean of Poisson distribution അല്ലെങ്കിൽ എൻ പി. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ ഇതിനെങ്ങനെയാണ് പറയുന്നത്? എക്സ് ഫാക്ടോറിയൽ. എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ, അതായത് ദാറ്റ് ഈസ് നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ്. എക്സിന് 0, 1, 2, 3 എക്സെട്ര വാല്യൂസ് കൊടുക്കാം. ഇ എന്ന് പറയുന്നത് 2.7183. എം എന്ന് പറയുന്നത് മീൻ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എം ഈക്വൽ ടു എൻ പി. പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്. Poisson distribution may be expected in cases where the chances of happening of any individual event is small. So the distribution is used to describe the behavior of rare events. Therefore it is called the law of improbable events. ഒരു സംഭവം വളരെ വിരളമായി മാത്രം സംഭവിക്കുന്നതാണെങ്കിൽ അത്തരം വിരളമായ സംഭവങ്ങളുടെ സ്വഭാവത്തെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ വിശദീകരിക്കുന്നു. ഒരു സംഭവത്തിൻ്റെ സാധ്യത വളരെ കുറവാകുന്ന സാഹചര്യങ്ങളിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രായോഗികമാകേണ്ടത്. അതുകൊണ്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലോ ഓഫ് ഇംപ്രൊബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നു. പുട്ടിങ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 etc. in the probability function, p of x equal to e raised to minus m into m raised to x divided by x factorial, we obtain the probabilities for 0, 1, 2 etc. times the event to happen. അതായത് p of x equal to e raised to minus m into m raised to x by x factorial, അങ്ങനെ probability density function കണ്ടുപിടിക്കുന്നു. ആദ്യം n നമുക്ക് കണ്ടുപിടിക്കണം, പിന്നീട് പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അപ്പോൾ ആ എൻ ഇൻറ്റു പി, എൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എം തന്നിട്ടുണ്ടെങ്കിൽ എം ഉപയോഗിക്കാം. അങ്ങനെ ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതിയിട്ട് എക്സിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് 0 ആകുമ്പോഴുള്ള പ്രോബിലിറ്റി കിട്ടും. എക്സ് 1 ആകുമ്പോൾ എക്സ് 1 ആവുന്നില്ല പ്രോബിലിറ്റി. അപ്പോൾ ഇതിൽ എക്സിന് ഈ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലിന് 0, 1, 2, 3 അങ്ങനെ ഓരോ വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇഫ് വി നോ എം, all the terms of the Poisson distribution can be obtained. M is the parameter of the Poisson distribution. It is the mean of the Poisson distribution. M നെ നമ്മൾ Poisson distributionൻ്റെ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. അത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കൂടിയാണ്, അരിത്തമെറ്റിക് മീൻ ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ് സ്മോൾ ലെറ്റർ എം അഥവാ എൻ പി എന്ന് പറയുന്നത്. എമ്മിനെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്നും പറയുന്നു. യൂസസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. Poisson distribution can be used to explain
the behavior of the discrete random variables where the probability of occurrence of the event is very small and the total number of possible cases is sufficiently large. As such, Poisson distribution has found application in queuing theory, waiting line problem, and in the field of insurance, physics, biology, economics, industry, etc. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വിരളമായ സംഭവങ്ങളുടെ സ്വഭാവത്തെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ വിശദീകരിക്കുന്നു. ഒരു സംഭവത്തിൻ്റെ സാധ്യത വളരെ കുറവാകുന്ന സാഹചര്യങ്ങളിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കുക, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറയുക. അതാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. അതായത് P ടെൻസ് ടു 0 ആയിരിക്കുക. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് ഈസ് സഫിഷ്യൻ്റ്ലി ലാർജ്, ദാറ്റ് ഈസ് N ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുന്ന ചില മേഖലകളാണ് പറയുന്നത്. ക്യൂയിങ് തിയറിയിൽ, അതുപോലെ ഫിസിക്സിൽ, ഇൻഷുറൻസിൽ, ബയോളജിയിൽ, ഇക്കണോമിക്സിൽ, ഇൻഡസ്ട്രിയിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ കഴിയും. Properties of Poisson distribution. Poisson distribution is a discrete probability distribution. Poisson distribution എന്ന് പറയുന്നത് ഒരു discrete probability distribution ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും discrete probability distribution ആയിരുന്നു. Poisson distribution has a single parameter m. When m is known, all the terms can be found out. Poisson distributionൽ ഒരു പാരാമീറ്ററേ ഉള്ളൂ, m. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ P of x ഈക്വൽ ടു e റേസ് ടു മൈനസ് m ഇൻറ്റു m റേസ് ടു x ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അപ്പോൾ m എന്ന ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എമ്മിൻ്റെ വില അറിയാമെങ്കിൽ അതിലെല്ലാ ടേംസും നമുക്ക് കണ്ടുപിടിക്കാം. എക്സിന് 0, 1, 2 അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ എല്ലാ ടേംസും കണ്ടെത്താൻ കഴിയും. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് കാണാം. അതുപോലെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു m. മീൻ എന്ന് പറയുന്നത് m ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് m ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ അരിത്തമെറ്റിക് മീൻ m ആയിരിക്കും, വേരിയൻസും m ആയിരിക്കും. വേരിയൻസ് m ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? വേരിയൻസ് ഈസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് m ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √m ആയിരിക്കും. In Poisson distribution, the number of success is relatively small. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദ 2 പോസിബിൾ ഔട്ട്കംസ് ഈസ് വെരി സ്മോൾ, റെപ്രസെൻറ്റിംഗ് ദ റെയർ ഇവൻറ്റ്. ആ റെയർ ഇവൻറ്റിനെയാണ് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് വെരി സ്മോൾ ആയിരിക്കും. അടുത്ത നമ്മൾ പറയുന്നത് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് √m. കാരണം വേരിയൻസ് m ആണെന്ന് പറഞ്ഞു. വേരിയൻസ് m ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √m ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്? പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ m. ആ m അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ടേംസും കണ്ടെത്താം. അതുപോലെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീനും വേരിയൻസും m എന്ന വാല്യൂ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √m ആണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഇത്രയുമാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വെയർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. എവിടെയൊക്കെ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കാം. ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിങ് അറ്റ് എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം. ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ ഓരോ യൂണിറ്റ് ഓഫ് ടൈമിൽ ഏതാണോ പറഞ്ഞ ടൈം ആ യൂണിറ്റ് ഓഫ് ടൈമിൽ വന്ന ടെലിഫോൺ കോളുകളുടെ എണ്ണം. ടു കൗണ്ട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം സേ പെർ അവർ. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓരോ മണിക്കൂറിലും വരുന്ന ഉപഭോക്താക്കളുടെ എണ്ണം. ടു കൗണ്ട് നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ് ഓഫ് എ മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അതായത് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് കൗണ്ട് ചെയ്യുക. അടുത്തത് നോക്കാം.
to count the number of bacteria per unit in biology. അത് ബയോളജിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പല ഫീൽഡുകളിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇൻഷുറൻസിലെ, ഫിസിക്സിലെ, ബയോളജിയിലെ, എക്കണോമിക്സിലെ, ഇൻഡസ്ട്രിയിലെന്നൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരാം. ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ എ പാർക്ക് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. ടു കൗണ്ട് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ് ഡ്യൂ ടു ഹാർട്ട് അറ്റാക്ക് ഇൻ എ ഇയർ. ടു കൗണ്ട് ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓൺ എ ബിസി റൂട്ട്. ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് manufactured by a company are defective, find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. If 3% of electric bulbs manufactured by a company are defective, 3% ഡിഫക്റ്റീവ് ആണ്. ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ 3% ബൾബുകൾ ഡിഫക്റ്റീവ് ആവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ find a probability that in a sample of 100 bulbs, exactly 5 bulbs are defective. അങ്ങനെയാണെങ്കിൽ ഒരു 100 ബൾബുകളുടെ ഒരു സാമ്പിൾ എടുത്താൽ അതിലൊരു 5 ബൾബുകൾ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് ആർ ഡിഫക്റ്റീവ് എന്നാണ്. 3% എന്നാൽ 3/100.03. ആ വാല്യൂ ടെൻസ് ടു 0 ആണ്. അതുപോലെ ഇവിടെ n എന്ന് പറയുന്ന സാമ്പിൾ 100 ബൾബ്സ് ആണ്. അപ്പോൾ n താരതമ്യേന ലാർജ് ആണ്. ഇവിടെ n 100 ആണ്. അതുപോലെ p എന്ന് പറയുന്നത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഡിഫക്റ്റീവ് ബൾബാണ്. അത് 3%, 3/100.03. അപ്പോൾ p അറിയാം, n അറിയാം. അപ്പോൾ നമുക്ക് m കണ്ടെത്താം. m എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു p ആണ്. അപ്പോൾ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വേണ്ട വാല്യൂസ് എല്ലാമായി നോക്കാം. n ഈക്വൽ ടു 100. n എന്ന് പറയുന്നത് 100 ആണ്. p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് നമുക്കറിയാം. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഡിഫക്റ്റീവ് ബൾബ് 3%, 3/100 ഈക്വൽ ടു 0.03. സിൻസ് p is small and n is large, we may assume Poisson distribution. Then p of x equal to e raised to minus m into m raised to x by x factorial. അപ്പോൾ m കണ്ടെത്തണം. m എന്താണ്? n ഇൻറ്റു പി. n 100, p 3/100. അപ്പോൾ 3, m 3 ആണ്. അപ്പോൾ p of x ഈക്വൽ ടു e raised to minus m into m raised to x by x factorial ഈക്വൽ ടു e raised to minus 3 into 3 raised to x by x factorial. e raised to minus 3യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.0498. അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. എനിവേ e raised to minus 3 പറയുന്നത് 0.0498. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. 5 ബൾബ്സ് ഔട്ട് ഓഫ് 100. 100ൽ 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് ഈ ഇതിൽ എക്സിന് പകരം 5 കൊടുക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 5 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ probability that 5 bulbs are defective equal to p of x equal to 5, that is e raised to minus 3 into 3 raised to 5 by 5 factorial. അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. e raised to minus 3യുടെ വാല്യൂ നമ്മൾ എഴുതി 0.0498 ഇൻറ്റു 3 raised to 5, 3 into 3 into 3 into 3 അങ്ങനെ 4 times by 5 factorial. അത് സിംപ്ലിഫൈ ചെയ്താൽ 0.100845. അതാണ് probability of getting 5 bulbs are defective. 0.100845. It is known from the past experience that in a certain plant there are on an average 4 industrial accidents per year. Find the probability that in a given year there will be less than 3 accidents. Assume Poisson distribution. Assume Poisson distribution. ഇപ്പോൾ Poisson distribution ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് there are on an average 4 industrial accidents. Average 4 industrial accidents. Average എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ m ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് 4 ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ എന്നും പി ഒന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e raised to minus m into m raised to x by x factorial. m equal to 4. Here n and p are not separately given.
എം ഈസ് ഗിവൺ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് 4ൻ്റെ വാല്യൂ 0.01832. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻസ് എന്നാണ്. ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൾ ടു 0 പ്ലസ് എക്സ് ഈക്വൾ ടു 1 പ്ലസ് എക്സ് ഈക്വൾ ടു 2. എക്സ് 0 ആവാം, 1 ആവാം, 2 ആവാം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻസ് ഈസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 ഈക്വൾ ടു പി ഓഫ് എക്സ് ഈക്വൾ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൾ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൾ ടു 2 ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു 4 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു 4 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. ഇതിൽ എക്സിന് 1 കൊടുത്തു, ഇനി അടുത്ത എക്സിന് 2 കൊടുക്കുക. ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു 4 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് 4 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. 4 റേസ് 0 1 ആണ്, 0 ഫാക്ടോറിയൽ 1 ആണ്, അപ്പോൾ ഇവിടെ 1 പ്ലസ് ഇനി 4 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ 4. ഇവിടെ 16 ബൈ 2, 4 സ്ക്വയർ 16 ബൈ 2 8. അപ്പോൾ 1 പ്ലസ് 4 പ്ലസ് 8, 8 പ്ലസ് 4 12 പ്ലസ് 1 13 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4. ഇ റേസ് ടു മൈനസ് 4ൻ്റെ വാല്യൂ നമുക്കറിയാം, 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.23816. ഇതാണ് പ്രോബബിലിറ്റി that in a given year there will be less than 3 accidents. Probability of getting 3 accidents less than 3 accidents എന്ന് പറയുന്നത് 0.23816 ആണ്. In a town, 10 accidents took place in a span of 100 days, assuming that the number of accidents follows Poisson distribution. Find the probability that there will be at least 3 accidents in a day. In a town, 10 accidents took place in a span of 100 days. 100 ദിവസത്തിൽ 10 ആക്സിഡൻസ്. അപ്പോൾ assume that the number of accidents follows by Poisson distribution. Poisson distribution ആണെന്ന് നമ്മൾ assume ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10 ആക്സിഡൻസ് ഇൻ 100 ഡേയ്സ്. അപ്പോൾ ആവറേജ് ആക്സിഡൻസ് എത്രയായിരിക്കും? 10/100. 10/100 എന്ന് വെച്ചാൽ 0.1. അപ്പോൾ എം കിട്ടി, ആവറേജ് ആക്സിഡൻസ്. അപ്പോൾ ആവറേജ് എം എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻസ്. അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3. അപ്പോൾ 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. അപ്പോൾ 1ൽ നിന്ന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 1 2 കുറച്ചാൽ മതി. നമുക്ക് നോക്കാം. ആവറേജ് നമ്പർ ഓഫ് ആക്സിഡൻസ് 10/100 0.1. therefore m ഈക്വൽ ടു 0.1. ആവറേജ് നമ്പർ ഓഫ് ആക്സിഡൻസ് 10 ആക്സിഡൻറ്റ് 100 ദിവസത്തിൽ. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ആക്സിഡൻസ് പറഞ്ഞാൽ നമ്പർ ഓഫ് ആക്സിഡൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. 10/100 0.1. അപ്പോൾ എം 0.1. ഇനി പി ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു 0.1 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് 0.1ൻ്റെ വാല്യൂ നമുക്കറിയാം. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻസ് ആണ്. അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻസ് പറഞ്ഞാൽ 3 + 3 ആവാം, 4 ആവാം, 5 ആവാം, അതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യും എക്സ് ലെസ് ദാൻ 3യും കൂടെ ആഡ് ചെയ്താൽ 1 ആയിരിക്കും. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. 3 3ൽ കൂടുതലോ പിന്നെ 3ൽ താഴെയും രണ്ടും കൂടെ കൂട്ടിയാൽ 1 കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കാണാൻ വേണ്ടി 1ൽ നിന്ന് എക്സ് ലെസ് ദാൻ 3യുടെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു 2. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 കുറച്ചു. ഈക്വൽ ടു 1 മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണ് ഇവിടെ. ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു 0.1 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു 0.1 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. ഇനി അടുത്ത് എക്സിന് 2 കൊടുക്കുക. ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു 0.1 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അതായത് പി ഓഫ് എക്സിൽ എക്സിന് 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു. ഇതിൽ കോമൺ ആയിട്ട് ഇ റേസ് ടു മൈനസ് 0.1 ഉണ്ട്. 1 മൈനസ് ഇ റേസ് ടു മൈനസ് 0.1 എടുത്താൽ ഇത് 1 ആണ്, ഇവിടെ 0.1 ആണ്,
ഇവിടെ 0.1² എന്ന് വെച്ചാൽ 0.01/2 0.005 ആണ്. ഇതിന് e raised to minus 0.1 വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും നോക്കാം. 1 minus 0.9048 into 1.105. സിംപ്ലിഫൈ ചെയ്താൽ 1 minus 0.999804 equal to 0.000196. അതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻറ്റ്സ്. 0.000196 അല്ലെങ്കിൽ 0.0002 എന്നും പറയാം. എന്തായാലും ഇതാണ് വാല്യൂ. എ മാനുഫാക്ചറർ ഓഫ് ബ്ലേഡ്സ് knows that 5% of his product is defective. If he sells blades in boxes of 100 and guarantees that no more than 10 blades will be defective, what is the probability that a box will fail to meet the guarantee quality? A manufacturer of blades knows that 5% of his product is defective. That is, probability of a defective blade is 5%, 5/100. Since the probability of a defective blade is small, we may use Poisson distribution. Here n equal to 100. He sells blades in boxes of 100. That is, n equal to 100. Therefore, m equal to np. 100 into 5/100, that is 5. m equal to 5. P of x equal to e raised to minus m into m raised to x by x factorial. The question is, what is the probability that a box will fail to meet the guarantee quality? A box will fail to meet the guarantee quality if the number of defective units is more than 10. Manufacturer guarantee എന്താണ്? No more than 10 blades will be defective. 10-ൽ കൂടുതൽ ഡിഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഗ്യാരണ്ടി ക്വാളിറ്റി ഫെയിൽ ആവണമെങ്കിൽ എന്താണ്? 10-ൽ കൂടുതൽ ഡിഫക്റ്റീവ് ആവണം. അപ്പോൾ 10-ൽ നോ മോർ ദാൻ 10 ബ്ലേഡ്സ് എന്നാണ്. 10-ൽ കൂടുതൽ, മാക്സിമം 10 വരെ ഡിഫക്റ്റീവ് ആവുകയുള്ളൂ. 10-ൽ കൂടുതൽ ഡിഫക്റ്റീവ് ആവില്ല എന്നാണ്. അപ്പോൾ 10-ൽ കൂടുതൽ ഡിഫക്റ്റീവ് ആയാൽ ഗ്യാരണ്ടി ക്വാളിറ്റി ഫെയിലായി. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി that more than 10 blades will be defective. That is, p of x greater than 10 ആണ് കണ്ടെത്തേണ്ടത്. x greater than 10 ആണ് 1 minus p of x less than or equal to 10. ആ രീതിയിൽ ചെയ്യാം, കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ. അപ്പോൾ നമുക്ക് നോക്കാം. p equal to probability of a defective bulb, 5% equal to 0.05. Since p is small and n is large, we may assume Poisson distribution. n equal to 100, n equal to 100 and m equal to np. 100 into 5/100 equal to 5. ഇനി നമുക്ക് Poisson distribution എഴുതാം. p of x equal to e raised to minus m into m raised to x by x factorial equal to e raised to minus 5 into 5 raised to x by x factorial. e raised to minus 5 നമുക്ക് ടേബിളിൽ നിന്ന് 0.0067 അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിന്ന് e raised to minus 5 വാല്യൂ കിട്ടും, 0.0067. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ബോക്സ് വിൽ ഫെയിൽ ടു മീറ്റ് ദ ഗ്യാരണ്ടി ക്വാളിറ്റി ഇഫ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ് ഈസ് മോർ ദാൻ 10. ഹെൻസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് p of x greater than 10. നോക്കാം. എ ബോക്സ് വിൽ ഫെയിൽ ടു മീറ്റ് ദ ഗ്യാരണ്ടി ക്വാളിറ്റി if the number of defectives in it is more than 10. Hence the required probability is p of x greater than 10. x greater than 10 ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറേ ഉണ്ട്. 10, 11, 12 അങ്ങനെ. അതിനേക്കാൾ നല്ലത് എന്താണ്? 1 minus p of x less than or equal to 10. കാരണം ഇവിടെ n 100 ആണ്. അപ്പോൾ x greater than 10 ആണ്. 10, 11, 12 അങ്ങനെ 100 വരെ ആഡ് ചെയ്യണം. അതിനേക്കാൾ നല്ലത് 1 minus p of x less than or equal to 10. That is 1 minus p of x equal to 0, x equal to 1, x equal to 2 അങ്ങനെ x equal to 10 വരെ ആഡ് ചെയ്യണം. നോക്കാം. 1 minus e raised to minus 5 into 5 raised to 0 by 0 factorial. e raised to minus 5 into 5 raised to x by x factorial ആയിരുന്നു.
അപ്പോൾ എക്സിന് 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്ത് അങ്ങനെ 10 വരെ കൊടുക്കണം. 5⁻0/0 ഫാക്ടോറിയൽ ഇവിടെ 5⁻1/1 ഫാക്ടോറിയൽ, 5^2/2 ഫാക്ടോറിയൽ, 5^3 ഫാക്ടോറിയൽ, 5⁴/4 ഫാക്ടോറിയൽ, 5⁵5/5 ഫാക്ടോറിയൽ, 5⁶6/6 ഫാക്ടോറിയൽ, 5�7/7 ഫാക്ടോറിയൽ, 5�8/8 ഫാക്ടോറിയൽ, 5�9/9 ഫാക്ടോറിയൽ, 5�10/10 ഫാക്ടോറിയൽ. ഇനി e⁻⁻5 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. 1 മൈനസ് e⁻⁻5 ഇൻറ്റു 1 + 5 + 5^2/2 ഫാക്ടോറിയൽ, 5⁵3/3 ഫാക്ടോറിയൽ, 5⁴/4 ഫാക്ടോറിയൽ പ്ലസ് 5⁵5/5 ഫാക്ടോറിയൽ, അങ്ങനെ പ്ലസ് 5�10/10 ഫാക്ടോറിയൽ. 1 മൈനസ് e⁻⁻5ൻ്റെ വാല്യൂ എഴുതി. 1 + 5 പിന്നെ 25/2 12.5, 5⁻3/3 ഫാക്ടോറിയൽ ഇതാണ്, പിന്നെ 5⁴/4 ഫാക്ടോറിയൽ, 5⁵5/5 ഫാക്ടോറിയൽ, 5�6/6 ഫാക്ടോറിയൽ, 5�7/7 ഫാക്ടോറിയൽ, 5�8/8 ഫാക്ടോറിയൽ, 5�9/9 ഫാക്ടോറിയൽ, 5�10/10 ഫാക്ടോറിയൽ. ഇതെല്ലാം നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 5^2/2 ഫാക്ടോറിയൽ, 5³ ഫാക്ടോറിയലൊക്കെ. 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3. ഇനി 5⁴ എന്നാണെങ്കിൽ 5 × 5 × 5 × 5, 4 തവണ 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4. ആ രീതിയിൽ അങ്ങനെ 5⁻10 ആണെങ്കിൽ 5 × 5 × അങ്ങനെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. അതിന് പകരം നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇത് പെട്ടെന്ന് ചെയ്യാം. 5⁻10/10 ഫാക്ടോറിയൽ തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഇതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് 0.0067 ഇൻറ്റു ഇത്രയും കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.01925 ഇതാണ് കിട്ടുന്നത്. 0.01925.